ഹലോ. അപ്പോൾ ഇന്നത്തെ കുടുംബശ്രീ ശാരദയുടെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ഇന്ന് ദിവസം നമുക്ക് കാണാം. എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ രാഘവൻ നായർക്ക് കുഴമ്പിട്ട് കൊടുക്കുന്ന രണ്ട് കുഞ്ഞ് വൈദ്യന്മാരാണ്. ഒന്ന് നമ്മുടെ കുട്ടി സത്യം, അതുപോലെ തന്നെ പപ്പിമോളും കൂടി ചെന്ന് രാഘവൻ നായർക്ക് കുഴമ്പൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം അതൊക്കെ നന്നായിട്ട് ആസ്വദിച്ചിരിക്കുമ്പം നമ്മുടെ ശാലിനി എന്താണ് അവിടെ ശാരദമ്മയുടെ വീടാണ് കാണിക്കുന്നത്. ആ ഹോട്ടലിനകത്ത് ഭക്ഷണമൊക്കെ കഴിച്ചല്ലോ. അതിനുശേഷം എന്താണ് ശാലിനി അമ്മയടുത്ത് പറയുന്നത്, ഞാൻ എന്തായാലും ഒന്ന് ശ്യാമയെ വിളിച്ച് നോക്കട്ടെ അമ്മേ, അവൾ ഇനി അവിടെ എന്തെങ്കിലും പണി ഒപ്പിച്ചോ എന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞിട്ട് ശാലിനി ശ്യാമയെ വിളിക്കുമോ. ശ്യാമയെ വിളിക്കുമ്പോൾ ശ്യാമ എന്താണ് ഇവിടെ വീട്ടിൽ പുറത്ത് എന്താണ് സിറ്റ് ഔട്ട് ഇരുന്ന് തുന്നിക്കൊണ്ടിരിക്കുവാണ്. അപ്പം ശ്യാമയ്ക്ക് ശാലിനിയുടെ ഫോൺ വരുന്നതും ശ്യാമ ഫോൺ എടുക്കുന്നുണ്ട്. ആ കുഞ്ഞേച്ചി എന്ന് പറയുന്നുണ്ട്, ഡി അവൾ അവിടെ എന്ത് ചെയ്യുക, അത് ചേച്ചി ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്യാമ അകത്ത് പോകുമ്പോൾ ശ്യാമ കാണുന്ന കാഴ്ച ഈ രണ്ട് കുഞ്ഞുങ്ങളും കൂടെ ചെന്നിട്ട് എന്താണ് രാഘവൻ നായർക്ക് കുഴമ്പൊക്കെ ഇട്ട് കൊടുക്കുന്ന കാണുന്നത്. ഉടനെ പറയുന്നത്, ചേച്ചി ഒന്ന് വീഡിയോ കോളിൽ വരും, ഞാൻ ചേച്ചിക്ക് ഒരു സൂത്രം കാണിച്ചാലെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ശാലിനിക്ക് ഒരു സംശയം, ഇനി എന്തുവാണോ അപ്പാ എന്ന സംശയത്തിനകത്തിരിക്കുമ്പോഴത്തേക്കും ഈ വീഡിയോ കോളിനകത്ത് കാണുമ്പോഴത്തേക്കും കാണുന്നുണ്ട് എന്താണ് ഈ രണ്ടുപേരും കൂടെ കുഴമ്പൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ശാലിനിക്ക് അത് കണ്ട് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. ശ്യാമ അത് സന്തോഷത്തോടെ തന്നെ നോക്കി നിൽക്കുകയാണ്. കാരണം അവരുടെ പറച്ചിലും സംസാരവും എല്ലാം കൂടെ നോക്കിയിരിക്കുന്നു. അപ്പോഴത്തേക്കും ഈ എന്താണ് കുട്ടി സത്യയും അതുപോലെ തന്നെ പപ്പിമോളും കൂടെ കാലൊക്കെ ഈ തടവി കൊടുക്കുമ്പോഴത്തേക്കും രാഘവൻ നായർ കണ്ണങ്ങ് നിറയുവാണ്. ഉടനെ ചോദിക്കുകയാണ്, എന്തിനാ മുത്തശ്ശൻ്റെ കണ്ണ് നിറയുന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത് ഒന്നുമില്ല, ഞാൻ ഒരാളെക്കുറിച്ച് ആലോചിച്ചതാണെന്ന് രാഘവൻ നായർ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും അത് ആരെക്കുറിച്ച് ആലോചിച്ചെന്ന് പറ എന്ന് പറയുമ്പോഴത്തേക്കും അത് ഞാൻ നിങ്ങളുടെ ചേച്ചിയമ്മയെക്കുറിച്ച് ആലോചിച്ചെന്ന് പറയുന്നത്. അതെന്താ ചേച്ചിയമ്മ ഇതുപോലെ കുഴമ്പൊക്കെ ഇട്ട് തരുമായിരുന്നു? പിന്നെ ചേച്ചിയമ്മ കുഴമ്പൊക്കെ ഇട്ട് തരുമായിരുന്നു. ചേച്ചിയമ്മയാണ് എന്നെ ഇങ്ങനെ എണീറ്റ് നടപ്പിച്ചത് പോലും ചേച്ചിയമ്മയാണ്. പണ്ട് എനിക്കിങ്ങനെ ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോഴത്തേക്കും എനിക്ക് നടക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. ആ സമയത്തിനകത്ത് എനിക്ക് കുഴമ്പൊക്കെ ഇട്ട് തന്ന് എന്നെ പിച്ച വെച്ചൊക്കെ നടപ്പിച്ചതൊക്കെ എൻ്റെ മരുമോളാന്നൊക്കെ രാഘവൻ നായർ ഭയങ്കര സന്തോഷം, അഭിമാനം എന്നിരുന്ന ശാലിനി ഇവിടെ ഇല്ലാത്തതിന് സങ്കടമെല്ലാമായിട്ട് രാഘവൻ നായർ പറയുന്നുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ എന്താണ് വീഡിയോ കോളിനകത്ത് കേട്ടുകൊണ്ട് നിൽക്കുകയാണ് ശാലിനിക്കും അതിൻ്റെതായ എന്താണ് സങ്കടവും എന്താണ് എന്നാൽ സന്തോഷവും എല്ലാം തന്നെ തോന്നുന്നുണ്ട്. ശ്യാമ ഇത് കേട്ട് നിന്നിട്ട് ശ്യാമ പറയുന്നുണ്ട്, കണ്ടോ കുഞ്ഞേച്ചിയുടെ കുറവ് അവൾ അവിടെ നികത്തുന്ന കണ്ടോ എന്ന് ശാലിനി എടുത്ത് ശ്യാമ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ട് ശാലിനി ഫോണിനകത്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പം ഇവർ രണ്ടുപേരും എന്താണ് തടവയൊക്കെ കൊടുത്തിട്ട് പറയുന്നുണ്ട്, അപ്പം നമ്മുടെ ചേച്ചിയമ്മ വലിയൊരു സംഭവം തന്നെയാണ്, ചുമ്മാതല്ല എന്താണ് വല്യച്ഛൻ ഇപ്പോഴും ചേച്ചിയമ്മയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പം അതും കൂടെ ശാലിനി കേൾക്കുമ്പോഴത്തേക്കും ശാലിനിക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. കാരണം വിഷ്ണു തനിക്ക് വേണ്ടി ഇപ്പോഴും കാത്തിരിക്കുന്നു. ആ പിള്ള വായിൽ നിന്ന് കേൾക്കുന്നതിൻ്റെ ആ ഒരു കേൾക്കുമ്പോഴത്തേക്കുള്ള ആ ഒരു സങ്കടം ശാലിനിക്ക് മനസ്സിലാക്കി തോന്നുന്നുണ്ട്. എന്നാലും ആ വിഷ്ണുവേട്ടൻ ആണല്ലോ ഈ മറിഞ്ഞ് നടക്കുന്നതിനുള്ളതിന് സങ്കടമുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ് ശ്യാമ കാണിച്ചു കൊടുക്കുന്നു. എന്നാൽ ശരി വെക്കുമെന്ന് പറഞ്ഞിട്ട് വെക്കാനായിട്ട് പോകുന്നുണ്ട്. അതിന് മുന്നേ എന്താണ് പറയുന്നത്, സത്യം ചോദിക്കുന്നത്, അപ്പം നമ്മുടെ ബിഗ് ഫ്രണ്ടിനെ കണ്ടില്ലല്ലോ എന്ന് പറയുന്നത്. നിങ്ങളുടെ ബിഗ് ഫ്രണ്ട് മുകളിലുണ്ട്, എന്നാൽ മക്കൾ ഒരു കാര്യം ചെയ്യും, കൈയൊക്കെ തുടച്ചിട്ട് നിങ്ങൾ മേളിലേക്ക് പോയി കളിച്ചോ എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും രാഘവൻ നായർ തൻ്റെ തോളിൽ കിടക്കുന്ന തന്നെ ആ ടവലെടുത്ത് ഈ കുഞ്ഞുങ്ങളുടെ കൈയൊക്കെ തുടച്ച് വൃത്തിയാക്കി കൊടുക്കുവാണ്. അപ്പോഴത്തേക്ക് അവരെന്താണ് മേളിലേക്ക് പോകുന്നത് കാണുന്നുണ്ട്. അതോടെ ശാലിനി എന്താണ് ഫോൺ കട്ട് ചെയ്യുവാണ്. പിന്നെ ഇവർ മേളിൽ പോകുമ്പോഴത്തേക്കും എന്താണ് വിഷ്ണു അവിടെ നടക്കുവാണ്. പിന്നെ അതിനകത്ത് ഇവിടെ ഇടയിൽ കാണിക്കുന്നത് ഈ ശാലിനി ഫോൺ വെച്ചിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമല്ലേ. അത് കണ്ടിട്ട് ശാരദ ചോദിക്കുന്നത്, എന്താടി അവൾ അവിടെ വല്ല കുസൃതി ഒപ്പിച്ചോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, ഇല്ല അമ്മേ, അവളവിടെ വൈദ്യൻ്റെ പണി എടുത്തുകൊണ്ടിരിക്കുക. വൈദ്യൻ്റെ പണിയോ? അവളവിടെ കുഴമ്പിട്ട് കൊടുക്കുക എന്ന് പറയുന്നത്. എന്ത് പെട്ടെന്നല്ലേ നമ്മുടെ സത്യമോൾ അവിടെ അടുത്തത്. കാരണം ഇതാ പറയുന്ന രക്തത്തിന് തിരിച്ചറിയും, അവിടെ ആയിട്ട് അടുക്കുമെന്ന് പറയുന്നതിൻ്റെ കാര്യമൊന്നും ശാരദാമ്മ പറയുന്നു. പിന്നെ കാണിക്കുന്ന പറയുമ്പോഴത്തേക്കും എന്നാൽ ശാലിനി പറയുന്നുണ്ട്, അമ്മേ ഞാൻ സമയമൊന്നുമില്ല, ഞാൻ ഇവിടെ നിൽക്കാൻ വേണ്ടി വന്നതല്ല, ഒരു മീറ്റിങ്ങിൻ്റെ ഇടയ്ക്കകത്ത് സമയം കിട്ടിയും ഭക്ഷണം കഴിക്കാനായിട്ട് ഇറങ്ങിയത്, അപ്പം ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ശാലിനി കാറിൽ കയറി പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. പിന്നെ വീണ്ടും സത്യഭാമയുടെ വീട്ടിനകത്ത് വിഷ്ണു നടക്കുമെന്ന് പറഞ്ഞില്ല. വിഷ്ണു ഈ നടന്ന് ആലോചിക്കുന്നത് പറയുമ്പോഴത്തേക്കും സത്യഭാമ പറഞ്ഞല്ലോ, അതായത് ഉടൻ തന്നെ എന്താണ് വിവാഹം കഴിക്കണം, വിവാഹത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല, ഇനി എല്ലാം സത്യഭാമയുടെ ഇഷ്ടത്തിന് അയക്കുമെന്ന് പറഞ്ഞതിന് ആ ഒരു സങ്കടത്തിനകത്ത് ഇങ്ങനെ വന്ന് എന്താണ് ആ കട്ടിലിനകത്തങ്ങ് ഇരിക്കുവാണ്. കട്ടിലിൽ ഇരുന്നിട്ട് ഈ കാര്യങ്ങൾ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കുട്ടികൾ കയറി ചെല്ലുന്നത്. അപ്പോഴത്തേക്കും എന്താ ബിഗ് ഫ്രണ്ട് ഭയങ്കര എന്താണ് സങ്കടത്തിനകത്തുണ്ടല്ലോ, എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുമല്ലോ. ചേച്ചിയമ്മയെക്കുറിച്ച് അയക്കും അല്ലേ എന്ന് പറയുന്നത്. ചേച്ചിയമ്മയെക്കുറിച്ച് തന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറയുമ്പോഴത്തേക്കും അതേന്ന് പറഞ്ഞിട്ട് എന്താണ് വിഷ്ണു സങ്കടത്തിനകത്താണ്. ഇതെന്താ രണ്ടുപേരും ഇങ്ങോട്ടേക്ക് എന്ന് ചോദിച്ച് വിഷ്ണു എന്താണ് അവരോട് സംസാരിക്കുന്നത്. വിഷ്ണു വെച്ചാൽ ഒരു കാര്യം ചെയ്യാം, എന്താണെന്ന് വെച്ചാൽ ഈ കുഞ്ഞിച്ചിയുടെ ഫോട്ടോ, അതായത് ഈ ചേച്ചിയമ്മയുടെ ഫോട്ടോ എന്താണ് നമുക്ക് സത്യയുടെ അമ്മയെ കാണിക്കുക. സത്യയുടെ അമ്മ വലിയ ഓഫീസറല്ലേ, ആരെ വേണമെങ്കിലും കണ്ടുപിടിച്ച് തരും. അപ്പോൾ നമുക്ക് എന്താണ് സത്യയുടെ പറഞ്ഞത്, വലിയ ഓഫീസറാണ്, സത്യമാണോ ഈ പറയുന്നത് എന്നൊക്കെ വിഷ്ണു ചോദിക്കുന്നു. അപ്പോൾ ചേച്ചിയമ്മയുടെ ഫോട്ടോ ഉണ്ടോ ചോദിക്കുമ്പോഴത്തേക്കും എന്താണ് ഫോട്ടോ ഇല്ലല്ലോ എന്ന് പറയുന്നത്. കാരണം മറ്റേ ഫോട്ടോ ഒക്കെ എന്താണ് സത്യഭാമ എന്താണ് ഈ കുത്തി വരച്ച് കളഞ്ഞിരിക്കുകയെന്നല്ലോ. അപ്പം ഫോട്ടോ നോക്കുമ്പോഴത്തേക്കും ഫോട്ടോ ഒന്നും കാണുന്നില്ല.
പിന്നെ അങ്ങനെ വേറൊരു ഫോട്ടോ നോക്കുമ്പോൾ ആ ഫോട്ടോ എന്താണ് ചില്ലൊക്കെ പൊട്ടിച്ച് എന്താണ് ഇതാക്കി വെച്ചിട്ടുണ്ട്. ഉടനെ അമ്മേ അമ്മേ അമ്മയെന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോ കണ്ട് ദേഷ്യം വന്നതും വിഷ്ണു എന്താണ് വിളിക്കുന്നുണ്ട്. ആ വിളിക്കുമ്പോഴത്തേക്ക് എന്താണ് സത്യഭാമ ഓടി വരുന്നുണ്ട്. എന്തുവാടാ എന്ന് ചോദിച്ചിട്ട് വരുന്നുണ്ട്. പറയുന്നത് ഈ ഫോട്ടോ ആരായി ചെയ്തത്, നിനക്കറിയാലോ ഞാൻ തന്നെ ചെയ്തത്, പിന്നെ എന്തിനാ നീ ചോദിക്കുന്നത്, ആർജൻറ്റ് എന്തിനാടാ ചോദിക്കുന്നത്, നമുക്ക് ഓർക്കാൻ താല്പര്യമില്ലാത്ത കാര്യങ്ങളൊന്നും നിനക്ക് ഞാൻ സമയം തന്നെ എന്നിട്ടും ഒന്നും നടന്നില്ലല്ലോ, അപ്പം പിന്നെ ഇനി ഇതൊന്നും ഓർത്ത് വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് അതെല്ലാം അങ്ങ് നുള്ളി അങ്ങ് കളഞ്ഞേക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. വിഷ്ണുവിന് അമ്മയായതുകൊണ്ട് തിരിച്ചൊന്നും പറയാൻ പറ്റില്ല. സങ്കടവും ദേഷ്യവും എല്ലാം കൂടെ അടക്കി പിടിച്ച് വിഷ്ണു അവിടെ ഇരിക്കണം. അപ്പം വേറെ ഫോട്ടോ ഒന്നും ഇല്ല അല്ലേ എന്ന് ഈ കുട്ടികൾ ചോദിക്കുന്നുണ്ട്. അപ്പം സത്യഭാമയ്ക്ക് ഈ പിള്ളേരെ കൂടെ കണ്ടപ്പോൾ കലിയായി. അപ്പോഴത്തേക്കും പറയുന്നുണ്ട് നിങ്ങൾക്ക് മേളിലെങ്ങാനും പോയി കളിച്ചുകൂടെ എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും അതൊന്നും കേട്ടി പിള്ളേർ മൈൻഡ് ചെയ്യാതെ അവിടെ തന്നെ ഇരിക്കുവാണ്. അപ്പം വേറെ ഫോട്ടോ ഒന്നും ഇല്ല അല്ലേ, ഇനി എങ്ങനെ എന്താണ് ചേച്ചിയമ്മയെ കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ചേച്ചിയമ്മയുടെ വേറെ ഫോട്ടോ വല്ലതും ഉണ്ടോ നോക്ക് ബിഗ് ഫ്രണ്ട് എന്ന് പറയുമ്പം ഈ വിഷ്ണു കുറച്ച് ബുക്സൊക്കെ എന്താണ് കബോർഡിനകത്ത് വെച്ചിരിക്കുന്നത് തപ്പി നോക്കുമ്പോഴത്തേക്കും ഒരു ഫോട്ടോ എഴുതുകയാണ്. അതെന്ന് പറയുമ്പോഴത്തേക്കും ഇതാണോ ചേച്ചിയമ്മ എന്ന് പിള്ളേർ ചോദിക്കുന്നത്. കാരണം അത് ശാലിനിയുടെ കുഞ്ഞ് പ്രായത്തിലെ ഫോട്ടോ, ഇതേ നിങ്ങളുടെ ചേച്ചിയമ്മയുടെ കുഞ്ഞായിട്ടിരിക്കുമ്പോൾ ഉള്ള ഫോട്ടോ ആണ്. അത് മാത്രം ഇനി വിഷ്ണുവിൻ്റെ കയ്യിൽ അവശേഷിക്കുന്നുള്ളൂ ഫോട്ടോ. ഇത് വെച്ച് ഇനി എങ്ങനെ കണ്ടുപിടിക്കാനാ, എന്നാലും അമ്മയടുത്ത് കൊടുത്ത് നോക്കാം, എങ്ങനെയെങ്കിലും അമ്മ കണ്ടുപിടിക്കുമായിരിക്കും എന്നുള്ള രീതിയിൽ അവരങ്ങനെ ഡിസ്കഷൻ നടത്തുന്നു. അപ്പം പിന്നെ എന്താണ് ബിഗ് ഫ്രണ്ട് ഒരു കാര്യം ചെയ്യാമോ, എന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ട് വിടാവോ എന്ന് പറയുന്നു. അപ്പം എന്താണ് നമ്മുടെ പപ്പിയും കൂടെ പറയുന്നത്, അപ്പം നമുക്ക് സത്യയുടെ അമ്മയടുത്ത് കണ്ട് ഇതും കൂടെ സംസാരിച്ച് നമുക്ക് കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗം നോക്കാമല്ലോ എന്ന് അവരങ്ങ് പറയുവാണ്. അപ്പോൾ ഈ പിള്ളേരെല്ലാവരും കൂടി ചെന്നിട്ട് അപ്പം വിഷ്ണു എന്താണ് രണ്ടുപേരെയും കൂടി ചെന്ന് കാറിലങ്ങ് കൊണ്ടുപോകണം. അപ്പം ശാലിനി എന്താണ് കാറിൽ പോയിക്കൊണ്ടിരിക്കുന്നത് കാണിക്കുന്നു. വിഷ്ണുവിൻ്റെ കാറിനകത്ത് തന്നെ എന്താണ് പപ്പി മോൾ ഫ്രണ്ടിലും ബാക്കിന സത്യമോളുമായിട്ട് വിഷ്ണു കാർ ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഈ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് എന്താണ് സത്യയ്ക്ക് ഓർമ്മ വന്ന് അമ്മയെ വിളിച്ച് പറഞ്ഞില്ലല്ലോ എന്ന്. അപ്പം സത്യ എന്ത് ചെയ്യുന്നു, ശാലിനി വിളിച്ച് പറയുന്നത് അമ്മയെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാം, നീ ഒരു കാര്യം ചെയ്യുന്ന അമ്മ ഓഫീസിൽ എത്തിയതും രാമേട്ടനെ പറഞ്ഞു വിടാം, അപ്പോഴത്തേക്കും അത് വേണ്ട അമ്മേ ഞങ്ങൾ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുമോ, നീ ഇങ്ങോട്ടേക്ക് പോകുന്നാ പറഞ്ഞ് വീട്ടിലേക്ക് ആരെ കൊണ്ടുവരുന്നു, അത് സത്യയുടെ വല്യച്ഛൻ കൊണ്ടുവരുവാണ്, പപ്പിയുടെ വല്യച്ഛൻ കൊണ്ടുവരാമെന്ന് പറയുന്നു. അപ്പം സത്യ എന്താണെന്ന് പറയുന്നത്, സത്യ പറഞ്ഞത് കേട്ടതും ശാലിനിക്ക് ഭയങ്കര ഞെട്ടലായി പോയി. അയ്യോ വിഷ്ണു ഏട്ടനും കൂടെ ആയിട്ട് വീട്ടിൽ പോവാണ്, കാരണം വീട്ടിൽ ആരും ഇല്ല എന്നല്ലേ ഇവർ ഈ നാടകം കളിച്ച് വെച്ചിരുന്നത്, അപ്പോൾ എല്ലാം പൊളിയുമല്ലോ എന്നുള്ള പേടിക്കകത്ത് നിങ്ങൾ എവിടെ എത്തിയെന്ന് ചോദിക്കുന്നത്. അപ്പം വിഷ്ണു എന്താണ് ആ സ്ഥലത്തിൻ്റെ പേര് പറയുമ്പോഴത്തേക്കും രാമേട്ട ഇനി ആ സ്ഥലത്തിന് എത്ര ദൂരം ഉണ്ടെന്ന് ശാലിനി ചോദിക്കുമ്പോൾ മോളെ അതൊരു കുറച്ച് ദൂരം ഉണ്ടല്ലോ, നമ്മളവിടെ എത്തിപ്പിടിക്കണമെങ്കിൽ തന്നെ ഒരു 10-20 മിനിറ്റ് പിടിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കേട്ട് ഭയങ്കര ടെൻഷനകത്താണ് ശാലിനി ഇരിക്കുന്നത്. കാരണം എല്ലാവരും കൂടെ വീട്ടിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ വീട്ടിൽ ആരും ഇല്ല എന്നൊക്കെ ഒപ്പിച്ച് വെച്ച കള്ളത്തരങ്ങളെല്ലാം തന്നെ പൊളിയും, അതോടെ ഇന്നത്തെ എല്ലാ കള്ളത്തരങ്ങളും പൊളിയും എന്നുള്ള ടെൻഷനകത്ത് ശാലിനി ഇരിക്കുമ്പം ഇങ്ങനെ കാർ വിട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. ശാലിനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പം വിഷ്ണുവിൻ്റെ കാറിനകത്ത് എന്താണ് പപ്പി പെട്ടെന്ന് എന്താണ് കാറിൽ സൈഡിൽ നോക്കുമ്പോൾ ഒരു പാനിപൂരി കട കാണുന്നുണ്ട്. ഉടനെ എന്താണ് പപ്പി പറയുന്നത്, നീ പാനിപൂരി എവിടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവിടെ പാനിപൂരിയുടെ കട ഉണ്ട്. ഉടനെ പപ്പി പറയുന്നത് ഭയങ്കര വിശപ്പ് വല്യച്ഛ എന്ന് പറയുന്നുണ്ട്. ഉടനെ എടി നീ അത് വീട്ടിൽ നിന്നൊന്നും കഴിച്ചില്ലേ, അവിടെ ചോദിക്കുന്നത് ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ച്, പക്ഷേ എന്നാലും ഇപ്പോൾ ഭയങ്കര വിശപ്പെടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അവിടെ വിഷ്ണു പറയുന്നുണ്ട് എടി കള്ള കൊതിച്ച് നിനക്ക് വിശപ്പൊന്നുമല്ല, നിനക്കിത് കഴിക്കാൻ കൊതിയായിട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് അപ്പം എല്ലാവരും കൂടെ ഇറങ്ങുന്നുണ്ട്. അപ്പം അങ്ങനെ പാനിപൂരി മേടിച്ച് കഴിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോഴത്തേക്കും സത്യ ചോദിക്കുന്നുണ്ട് ഇത് ഹൈജീനിക് ആയിരിക്കുമോ, ഹൈജീനിക് അല്ലെങ്കിൽ ഇങ്ങനെ വഴിയിൽ നിന്നൊന്നും മേടിച്ചില്ലല്ലെന്ന് അമ്മ പറഞ്ഞത്, അമ്മ അറിഞ്ഞാൽ വഴക്ക് പറയുമെന്ന് പറയുന്നുണ്ട്. അതിനിപ്പോൾ അമ്മ ഇവിടെ ഇല്ലല്ലോ, അമ്മയടുത്ത് ആര് പറയാൻ പോകുന്നൊക്കെ പപ്പി ചോദിക്കുന്നു. എന്നാൽ അമ്മ അറിഞ്ഞാലോ, ഉണ്ട് ഇനി വിഷ്ണു അച്ഛൻ പോയി പറഞ്ഞു കൊടുത്താലോ എന്നുള്ളതിൻ്റെ പേടിക്കാതാണ്. ഞാൻ ചിലപ്പം പോയി പറഞ്ഞു കൊടുക്കും എന്നൊക്കെ ഇരിക്കും. ഞാൻ ഇനി അവിടെ വന്ന് എല്ലാവരുമായിട്ട് സംസാരിച്ച് എല്ലാവരുമായിട്ട് എല്ലാം മിണ്ടി എല്ലാം പറഞ്ഞിട്ടേ ഞാൻ അവിടെ നിന്ന് പോത്തുള്ളൂ എന്നൊക്കെ പറയുന്നത്. ഇതെടുത്ത് സത്യയ്ക്ക് ഭയങ്കര പേടിയാവുന്നതുകൊണ്ടേ പറയുന്നത് എനിക്ക് പറയാതിരിക്കണമെങ്കിൽ ഒരു കൈക്കൂലിയൊക്കെ തരണമെന്ന് സത്യ എടുത്ത് വിഷ്ണു പറയുമ്പോഴത്തേക്കും സത്യയ്ക്ക് മനസ്സിലായി എന്തോ കൈക്കൂലി വന്നിട്ട് സത്യം മുത്തുകവ് കൊടുക്കുന്നത്. അപ്പോഴത്തേക്കും മറ്റേ എന്താണ് പപ്പീനെയും കൂടെ വിളി, നീയും കൂടെ നിൻ്റെ ഫ്രണ്ടല്ലേ, അത് വേണ്ട, സത്യ എന്താണ് വിഷ്ണു അച്ഛൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് മുത്തുകവിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ തരുന്ന, അയ്യോ ഒരു മുത്തുകവ് പാഴായി പോയല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ സംസാരിച്ചിരിക്കുമ്പോഴത്തേക്കും 2 പ്ലേറ്റ് വരുന്നു. അപ്പം വിഷ്ണു അച്ഛൻ കഴിയുന്നത്, എന്നാൽ പിന്നെ ഞങ്ങൾക്ക് ആർക്കും വിശപ്പില്ല എന്ന് പിള്ളേർ പറയുന്നു. പിന്നെ പിള്ളേരുടെ വാശിക്ക് 3 പ്ലേറ്റ് ഓർഡർ ചെയ്ത് അവർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ശാലിനിയുടെ കാർ അവിടെ വന്ന് നിൽക്കുന്നത്. ശാലിനി ഇത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡ് തരുന്നത്. താങ്ക്